ഹലോ. കുറേ കാലം ഒരു അപ്ഡേറ്റ്സും ഇല്ലായിരുന്നു. ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഇപ്പം കുറച്ച് ടൈം കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലാന്റ് ടാങ്ക് ചെയ്തിട്ടിപ്പോൾ ഏതാണ്ട് 3 months പ്ലസ് ആയി. അപ്പം ഇത് എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്ത ഒരു പ്ലാന്റ് ടാങ്കാണ്. കുറേ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിഷസ് നമുക്ക് വിഡൗട്ട് ഇൻട്രസ്റ്റ് ആണ്. കളർഫുൾ ഫിഷസ് ആണ് കുറച്ചുകൂടെ ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് ഈ ടാങ്കിലേക്ക്. പിന്നെ നമുക്കിവിടെ റെയിൻബോ ഫിഷസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കുറച്ച് ഭംഗിയുള്ള പ്ലാന്റ് ടാങ്കിൽ സ്യൂട്ട് ആകുന്ന ഫിഷസ് റെയിൻബോ ഫിഷസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷ്രിമ്പുണ്ട് ടാങ്കിൽ ക്ലീനേഴ്സായിട്ട്. ചെറിയ ആൽഗെ ഫോർമേഷനുണ്ട്. ബിസിനസ് പ്ലക്കോസ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ആൽഗെ കുറച്ച് കൂടുതൽ ചെയ്യപ്പോഴത്തേക്കും അത് ക്ലിയർ ചെയ്യാനായിട്ട് ബിസിനസ് പ്ലക്കോസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഷ്രിമ്പ് ബോട്ടം ക്ലീനേഴ്സാണ്. അവർ നന്നായിട്ട് അവരുടെ പണി ചെയ്യുന്നുണ്ട്. സെയിം ടൈം സാമിസ് ആൽഗേറ്റേഴ്സ് ഉണ്ട് ഈ ടാങ്കിൽ. കുറച്ച് ഷൈ ആണ്, അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പ്ലാന്റ്സ് എല്ലാം നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. മോണ്ടിക്കോളോ കുറച്ച് ഞാനിതിൽ ഗ്രോ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടാങ്കിൽ. അതും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഡ്രിഫ്റ്റ് വുഡിൽ നാച്ചുറലായിട്ട് കുറച്ച് ആൽഗെ ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം മോസ് പോലെ ഒരു ആൽഗയാണ്, കാണാൻ പറ്റും. നല്ല ഭംഗിയാണത്. മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. അനൂബിയാസിൻ്റെ ഒരു വെറൈറ്റി ഞാനത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേവ് ലൈക്ക് സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു ഡ്രിഫ്റ്റ് വുഡാണ്. ഇത് നാച്ചുറലായിട്ട് എനിക്ക് കിട്ടിയതാണ്, ട്രീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ബസിനസ് പ്ലക്കോ 2 ടൈപ്പ് ഉണ്ട്. ആൽബിനോ ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. 2 വെറൈറ്റിയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് ക്ലീനിങ് ആക്ടിവിറ്റീസ് അവർ ഞാൻ ചെയ്തോളും. സാമിസ് ആൽഗേറ്റർ നിങ്ങൾക്ക് അവിടെ കാണാം. അത് ഹൈഡ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കും. അപ്പം ഇതിൽ ഞാനൊരു 10-20 വർഷം മുമ്പിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ കോളനി കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. കുറച്ച് എണ്ണം കൂടുതലുണ്ട്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റ് വെറൈറ്റി നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ റൊട്ടാരിയുടെ ഒരു വെറൈറ്റി കൂടെ അത് അത്രയ്ക്ക് ക്ലിയറായിട്ടില്ല. പിന്നെ ഈ ടാങ്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ടോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അഡീഷണൽ നമുക്ക് ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സാണ്. അത് ഇതിലെ ഗ്രോത്തിനായിട്ടുള്ളതെല്ലാം ഈ ന്യൂട്രിയൻസ് എല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്ത് അമോണിയ ഫിൽട്രേഷനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പം ഈ 3 മാസത്തിനിടയ്ക്ക് വാട്ടർ ടോപ്പപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഹാങ് ഓൺ ബാക്ക് ഫിൽറ്ററുണ്ട്. അത് ഡെയിലി ഒരു 4 to 5 hours റണ്ണിങ് ആയിരിക്കും. അതർവൈസ് വേറെ ഫിൽട്രേഷൻ ഇല്ല, എയറേഷനും ഇല്ല. അപ്പോൾ ലൈറ്റിങ് ഞാനൊരു മോർണിംഗ് ഒരു 4 hours ലൈറ്റിങ് കൊടുക്കും, നൈറ്റ് ഒരു 2 hour ലൈറ്റിങ് കൊടുക്കും. അപ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ കുറയ്ക്കണം, കാരണം ആൽഗെ ഫോർമേഷൻ ഉണ്ട്. അതർവൈസ് ടാങ്ക് ഓവറോൾ പെർഫോമൻസ് വൈസ് നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം ഈ ഷ്രിമ്പാണ്. അതിൻ്റെ ആക്ടിവിറ്റീസെല്ലാം കാണാൻ നല്ല രസമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ എവിടെ നോക്കിയാലും ഷ്രിമ്പിൻ്റെ ഒരു കോളനി കാണാൻ പറ്റും. കാരണം ഇത് ഓവറോൾ 20 ഷ്രിമ്പ് ഉണ്ടെങ്കിലും അത് ഇപ്പം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സമയത്തും ഒരു ആക്റ്റീവല്ല. നൈറ്റ് ടൈം ലൈറ്റ് ഇടുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് വരും. പിന്നെ അവരെ നമ്മൾ കൊടുത്തേക്കുന്ന ഫെസിലിറ്റീസിലെല്ലാത്തിലും അവർ
കയറി ഇരിപ്പുണ്ട്. മോസ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നല്ല ഗ്രീനായിട്ട് നിൽപ്പുണ്ട്. നാച്ചുറലി വന്നതാണ്. ചിലപ്പോൾ ഇതിനകത്ത് വേറെ ഡ്രിപ്പ് ഫുഡ് ഇട്ടാലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. കുറച്ച് നല്ലപോലെ ഗ്രീനറി ആയിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് ഡ്രിപ്പ് ഫുഡ് കാണാനായിട്ട്. ഓവറോൾ പ്ലാന്റഡ് ടാങ്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാമോ? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും കൂടെ സജസ്റ്റ് ചെയ്യണേ. താങ്ക് യു ഓൾ. ബൈ.